ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് നാളെ കാത്തിരുന്ന നബാർഡിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്ന് ഔട്ടായിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് നബാർഡിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തു തുടങ്ങാവുന്നതാണ്. അപ്പോൾ FCA എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നബാർഡ് ഒരു സുവർണ അവസരം തന്നെയാണ്. അപ്പോൾ നമുക്ക് നബാർഡിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. നബാർഡിന് മെയിനായിട്ടും പ്രിലിംസ്, മെയിൻസ്, സൈക്കോമാറ്റിക് ടെസ്റ്റ്, ഇൻ്റർവ്യൂ ഈ 4 ഘടകങ്ങൾ വഴിയാണ് നമുക്ക് ഇതിലേക്ക് ജോലിക്ക് പ്രവേശിക്കാൻ പറ്റുക. അടുത്ത് നമ്മൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് വേക്കൻസീസ് ആണ്. അപ്പം ഒരുപാട് കുട്ടികൾ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, മാം നബാർഡിന് എത്ര വേക്കൻസി ഉണ്ട്, കാരണം അത്രയ്ക്കാണ് നബാർഡിൻ്റെ സാലറി വരുന്നത്. ഒരു ഹ്യൂജ് എമൗണ്ട് സാലറി സ്വപ്നം കണ്ടു കിടക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നബാർഡ് നല്ലൊരു അവസരം തന്നെയാണ്. നബാർഡിൻ്റെ വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 48 വേക്കൻസിയാണ് നബാർഡിന് കിടക്കുന്നത്. അതിനകത്ത് 20 ജനറലുണ്ട്. പിന്നെ അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾ കൂടുതൽ നേരം കാത്തിരുന്ന നമ്മുടെ ലാൻഡ് ഡെവലപ്മെൻറ്റ്, സോയിൽ സയൻസിനും അതുപോലെ തന്നെ പ്ലാന്റേഷൻ, ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഇതുപോലത്തെയൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ലിമിറ്റഡ് വേക്കൻസി തന്നെയാണ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ലിമിറ്റഡ് വേക്കൻസിയാണ് കിടക്കുന്നത്. പക്ഷേ വേക്കൻസിയുടെ എണ്ണം കൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എത്ര വേക്കൻസി കുറവാണെങ്കിലും നമുക്കതിനകത്ത് ഒറ്റ ഒരു സീറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, വേക്കൻസി എത്രയോ ആവട്ടെ, 1 ആവട്ടെ, 2 ആവട്ടെ, അല്ലെങ്കിൽ 100 വേക്കൻസി ആവട്ടെ, നമുക്ക് ജോലി മാത്രം മതി അല്ലേ. അപ്പം FCA നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നബാർഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നല്ല ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നബാർഡിൻ്റെ എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ AFO ആണെങ്കിലും FCA ആണെങ്കിലും നബാർഡിനാണെങ്കിലും നമ്മുടെ പ്രിലിംസ് ബാച്ച് നമ്മൾ ഏകദേശം സെയിം ആയിട്ടാണ്. ഇംഗ്ലീഷ് ഉണ്ട്, ക്വാണ്ട് ഉണ്ട്, റീസണിങ് ഉണ്ട്, ഏകദേശം സെയിം ആണ്. അപ്പം ഇത് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഡെയിലി നിങ്ങൾ ഇതെല്ലാം വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നബാർഡിൻ്റെ പ്രിലിംസ് നിങ്ങൾക്ക് നൈസായിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ സിലബസിലേക്ക് നോക്കുകയാണെങ്കിൽ പേപ്പർ 1 പേപ്പർ 1 ഇംഗ്ലീഷാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു എസ്സേ, പ്രിസൈസ് റൈറ്റിംഗ്, കോംപ്രഹെൻഷന്, ബിസിനസ് ഓഫീസ്, അങ്ങനെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഉണ്ട്. പേപ്പർ 2 നമ്മൾ അഗ്രികൾച്ചറാണ് കൂടുതൽ വരുന്നത്. ആദ്യം എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, അതിനകത്ത് നമ്മൾ പലവട്ടവും പഠിച്ച ഇൻഫ്ലേഷനും എക്കണോമിക് സ്ട്രക്ചറിലും അതുപോലെ തന്നെ സ്റ്റാറ്റസും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ഗ്ലോബലൈസേഷനും എല്ലാം ഇൻക്ലൂഡ് ആയിക്കൊണ്ടാണ് എക്കണോമിക്സ് വന്നിരിക്കുന്നത്. അപ്പോൾ എക്കണോമിക്സ് നമ്മൾ എയോടെ എക്സാമിന് നമ്മൾ അജയ് സാർ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അജയ് സാറിൻ്റെ എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകൾ കണ്ട ഒരാൾക്കും ഇത് ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇത് ഞാൻ എവിടേക്കോ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോകും. അപ്പം ഇതെല്ലാം ഓൾറെഡി നമ്മൾ കവർ ചെയ്തത് തന്നെയാണ്. അപ്പം നിങ്ങൾ പഠിക്കുമ്പം എയോൻ്റെ ബാച്ചിലുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോൾഡർ തുറന്ന് നോക്കിയിട്ട് എക്കണോമിക്സിൽ ഇതിൽ എവിടേക്കും ഉണ്ട്, നിങ്ങൾ ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് വെക്കുക. സെയിം ഉള്ള സബ്ജക്റ്റുകളെല്ലാം ഒന്ന് മാർക്ക് ചെയ്തിടുക. നിങ്ങൾക്കിനി എക്സ്ട്രാ നോട്ട്സ് അല്ലെങ്കിൽ എക്സ്ട്രാ പഠിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് കുറിച്ചിടുക. പിന്നെ വരുന്നതാണ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതിനകത്ത് ഡെഫിനേഷന്, അപ്പോൾ അഗ്രികൾച്ചർ എന്താണ്, അഗ്രോണമി എന്താണ്, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫീൽഡ് ക്രോപ്പ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്രോപ്പ് പ്രൊഡക്ഷൻ, സീഡ് പ്രോസസ്സിങ്, സീഡ് വില്ലേജ്, ഇതെല്ലാം നമ്മൾ സീഡ് സയൻസിൽ കവർ ചെയ്തതാണ്. പിന്നെ വരുന്നത് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ, ടൈപ്സ് ഓഫ് സോയിൽ, ഫെർട്ടിലിറ്റി, ഫെർട്ടിലൈസർ, സോയിൽ ഇറോഷൻസ്. ഇത് നമ്മുടെ എയോടെ ബാച്ചിലെ കുട്ടികൾക്ക് ഇത് ജസ്റ്റ് കാണുമ്പോൾ തന്നെ ഇതൊക്കെ പഠിച്ചയാണല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോകും. പിന്നെ വാട്ടർ റിസോഴ്സ്, അപ്പം അതിൻ്റെ ഇറിഗേഷൻ മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ അഗ്രോണമിക്കകത്ത് ഇറിഗേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സെക്ഷൻ തന്നെ നമ്മൾ പഠിച്ചതാണ്. ഫാം ആൻഡ് അഗ്രി എഞ്ചിനീയറിങ്, എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ അഗ്രി അസിസ്റ്റൻറ്റിന് മാറി വന്ന സിലബസിലെ ഒരു ടോപ്പിക്കായിരുന്നു അഗ്രികൾച്ചർ എഞ്ചിനീയറിങ്. അപ്പോൾ അതിൽ നമ്മൾ കവർ ചെയ്തതാണ് ഈ ഒരു ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗമായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്ട്രാ പഠിക്കേണ്ടി വരിക. പിന്നെ പ്ലാന്റേഷൻ ഓഫ് ഹോർട്ടിക്കൾച്ചർ, മീനിങ്, ഡെഫിനേഷൻ, ബ്രാഞ്ചസ്, അഗ്രോണമി പ്രാക്ടീസസ്, വേരിയസ് പ്ലാന്റേഷൻസ്, അതുപോലെ തന്നെ സപ്ലൈ ചെയിന്, അതൊക്കെ വരുന്നത്. പിന്നെ ആനിമൽ ഹസ്ബൻഡറി ഉണ്ട്. അത് നമ്മൾ UGയിൽ ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചതാണ്. പക്ഷേ നമ്മൾക്ക് വീണ്ടും ഒന്നും കൂടി നോക്കേണ്ടി വരുന്നതായിരിക്കും. പിന്നെ ഫാം ആനിമൽസ്, റോൾ ഓഫ് ഇന്ത്യൻ എക്കണോമി, ആനിമൽ ഹസ്ബൻഡറി, ഈ ഒരു സൈഡും നിങ്ങൾക്ക് അഡീഷണലായിട്ട് നോക്കേണ്ടി വരുമായിരിക്കും. പിന്നെ ഫിഷറീസ് നിങ്ങൾക്ക് അഡീഷണലായിട്ട് നോക്കേണ്ടി വരുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. പിന്നെ ഫോറസ്ട്രി നമ്മൾ പഠിച്ചതാണ്. പക്ഷേ ഇതും നിങ്ങൾക്കൊരു എക്സ്ട്രാ ഇൻപുട്ട് എടുത്ത് ഒന്ന് പഠിക്കേണ്ടി വരുമായിരിക്കും. പിന്നെ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ, ഇത് നമുക്ക് ഒന്നും കണ്ണും പൂട്ടി തന്നെ പറയാം, ഇത് നമ്മൾ ഫുള്ള് പഠിച്ച സംഭവമാണ്. എന്തൊക്കെയാണ് KVK എന്താണ്, അതിനെപ്പറ്റി നമ്മൾ പഠിച്ചു.
പിന്നെ എക്കോളജി, ക്ലൈമറ്റ് ചേഞ്ച്, ഇതെല്ലാം നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. അപ്പം നിങ്ങൾക്കൊന്ന് ആലോചിക്കുക, നിങ്ങൾ FCAയ്ക്കും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നബാർഡിൻ്റെ എക്സാമിനും കൂടെ വേണ്ട ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നുണ്ട് പ്രൊഡക്ഷൻ ഇൻ അഗ്രികൾച്ചർ. നമ്മൾ 2020 കഴിഞ്ഞൊരു 5-6 വർഷത്തെയെങ്കിലും സിനാരിയോ ഒക്കെ ഒന്ന് നോക്കി പുതിയ ജനറൽ നോളജ് അഗ്രികൾച്ചറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ ഇന്ത്യൻ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കേണ്ടതാണ്. പിന്നെ റൂറൽ ഡെവലപ്മെൻ്റ് ഉണ്ട്, കൺസെപ്റ്റ് ഓഫ് റൂറൽ ഏരിയ, സ്ട്രക്ചർ, റൂറൽ എക്കണോമി, അതെല്ലാം വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് റൂറൽ പോപ്പുലേഷൻ ഇന്ത്യ. അപ്പം ഇത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെ നമ്മൾ എക്സ്റ്റൻഷനകത്ത് കവർ ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ സിലബസ് എല്ലാം കൂടെ ഒരു ഓവറോൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിലും ഇതിൻ്റെ മോസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചത് തന്നെയാണ്. അപ്പം നിങ്ങൾക്കൊരു റിഫ്രഷ്മെൻറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. പ്രിലിംസ് ക്രാക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മെയിൻസിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങളൊക്കെ ചോദിച്ചാണ് മാം FCAയ്ക്ക് 27 വയസ്സ് വരെ പറ്റുള്ളായിരുന്നു, നബാർഡിന് അങ്ങനെ വല്ല കുഴപ്പമുണ്ടോയെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. എലിജിബിലിറ്റി ക്രിറ്റീരിയ വെച്ച് നോക്കുകയാണെങ്കിൽ ഏജ് റിലാക്സേഷൻ വരുന്നത് 1/11/2025. 25 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള ആർക്കും വേണമെങ്കിലും നബാർഡിൻ്റെ എക്സാം പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നോ ഏജ് റിലാക്സേഷനാണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇന്നു മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നവംബർ 8 മുതൽ 2025 ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഈ മാസം 30-ാം തീയതി വരെയാണ് ഓൺലൈൻ ഫീസിനും അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ പേയ്മെൻറ്റും അടയ്ക്കാൻ പറ്റുന്നത്. പിന്നെ ഫേസ് 1ൻ്റെ പ്രിലിമിനറി എക്സാമാണ് ഡിസംബർ 20. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വെറും 20 ദിവസം മാത്രമേ ഉള്ളൂ അഗ്രികൾച്ചർ നബാർഡിൻ്റെ പ്രിലിംസിൻ്റെ എക്സാമിലേക്ക്. പിന്നെ ഫേസ് 2 മെയിൻസ് വരുന്നത് ജനുവരി 25-ാം തീയതി, കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ നബാർഡിൻ്റെ മെയിൻസിൻ്റെ എക്സാമാണ് വന്നത്. ഫേസ് 3യുടെ വരുന്നത് അവർ അടുത്ത നിമിഷം തന്നെ, കാരണം ലേറ്ററായിട്ടായിരിക്കും ഈ 2 എക്സാംസും കഴിഞ്ഞിട്ട് ലേറ്ററായിട്ട് അവർ ഫേസ് 3യുടെ അറിയും. ഇങ്ങനെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷനകത്ത് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് തീരെ സമയം കുറവാണ്. ഇതുപോലെ തന്നെയായിരിക്കും FCAയുടെ എക്സാം വിളിച്ചാലും ഇതുപോലെ തന്നെ എളുപ്പ എക്സാമുകൾ കാണും. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതലേ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ സ്റ്റുഡൻസൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രയത്നം കൊണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ടുകൾ കിട്ടട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ. അഗ്രികൾച്ചർ നബാർഡിൻ്റെ വേക്കൻസിക്കായിട്ട് നോക്കിയിരുന്നവർക്ക് നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. ഇന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനും ഓൺലൈൻ ഫീസ് അടച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് എല്ലാവരും പഠിക്കുക. അടുത്ത വട്ടം നബാർഡിനും FCAയ്ക്കും ഒക്കെ നിങ്ങൾ ഒരാൾ കാണട്ടെ. അപ്പം മറ്റൊരു അഗ്രികൾച്ചർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്